വളരെ സമ്പന്നമായ ചരിത്രവും കലയും വാസ്തുവിദ്യയും കൂട്ടിച്ചേർത്ത് നിർമ്മിക്കപ്പെട്ട ചില ശ്രീരാമക്ഷേത്രങ്ങൾ. രാജ്യത്ത് ആയിരക്കണക്കിന് ശ്രീരാമക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ രാജ്യം ഒന്നടങ്കം നോക്കി നിന്ന ഒരു ക്ഷേത്രപ്രതിഷ്ഠ അത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെതായിരിക്കും. വാസ്തുവിദ്യ, കല, സംസ്കാരം എന്നിവയുടെയെല്ലാം സമ്മേളനമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കാണാൻ കഴിയുക. രാജ്യത്തിന്റെ സുപ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായതും തീർത്ഥാടന കേന്ദ്രമായും അയോധ്യ മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അയോധ്യയ്ക്ക് പുറമെ നമ്മുടെ രാജ്യത്തെ ചില സുപ്രധാന ശ്രീരാമ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ഒരുപാട് രാമക്ഷേത്രങ്ങൾ ഉണ്ട് എങ്കിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തമായ ചില രാമക്ഷേത്രങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം: മഹാവിഷ്ണുവിന്റെ ദശാവതാരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആരാധന തോന്നിയ കഥാപാത്രം ഏതാണ്? ഏതായാലും കമന്റ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി തന്നെയാണ് ശ്രീരാമൻ. ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് അയോധ്യ. സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ശ്രീരാമൻ സത്യത്തിന്റെയും ധാർമ്മികതയുടെയും ആൾരൂപമാണ്. ഉത്തമ പുത്രൻ, ഉത്തമ ഭർത്താവ് എന്നിങ്ങനെ എല്ലാറ്റിനും ഉപരിയായി ആദർശ രാജാവാണ് അദ്ദേഹം. ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. മനുഷ്യരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഏറ്റവും പുരാതന ദേവനായി അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ത്യയിലുടനീളമുള്ള ശ്രീരാമൻ സമർപ്പിച്ചിരിക്കുന്ന വിവിധ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി വരുന്നത് രാമരാജക്ഷേത്രം, ഓർച്ച, മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഓർച്ചയിൽ സ്ഥിതി ചെയ്യുന്ന രാമരാജക്ഷേത്രം ഓർച്ച ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ഭംഗി, വാസ്തുവിദ്യ, ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ എന്നിവ ഏറെ അതിശയിപ്പിക്കുന്നവയാണ്. ഓർച്ചയിലെ രാജ്ഞി ശ്രീരാമന്റെ കടുത്ത ഭക്തയായിരുന്നുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. രാജ്ഞിയുടെ കൊട്ടാരമാണ് പിൽക്കാലത്ത് ക്ഷേത്രമായി മാറിയത്. ഇതിനുള്ളിൽ ഒരു കൊട്ടാരത്തിന് സമാനമായ സൗകര്യങ്ങളാണ് ഉള്ളത്. വെള്ള, മണൽ നിറങ്ങളിലുള്ള അതിമനോഹരമായ കല്ലുകളാലും ചുവരുകളാലും ക്ഷേത്രത്തിനകം അലങ്കരിച്ചിരിക്കുന്നു. രാമരാജക്ഷേത്രം രാജ്യത്തെ സമാനതകളില്ലാത്ത നിർമ്മിതികളിൽ ഒന്നാണ്. അടുത്തത് രാമചന്ദ്രസ്വാമി ക്ഷേത്രം, ഭദ്രാചലം, തെലങ്കാന. ഗോദാവരി ക്ഷേത്രത്തിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വനവാസകാലത്ത് രാമൻ, സീത, ലക്ഷ്മണൻ എന്നിവരുടെ വാസസ്ഥലമായിരുന്നു ഭദ്രാചലം. ദക്ഷിണ അയോധ്യ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ശ്രീരാമന്റെ ഇതിഹാസ കഥ വിവരിക്കുന്ന സങ്കീർണവും അതിമനോഹരവുമായ കൊത്തുപണികളാൽ അലങ്കൃതമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉൾവശം. അടുത്തത് രാമതീർത്ഥ ക്ഷേത്രം, അമൃത്സർ, പഞ്ചാബ്. ചരിത്ര നഗരമായ അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തീർത്ഥാടകരുടെ ഇഷ്ടകേന്ദ്രമാണ്. വാൽമീകി മഹർഷി താമസിച്ചിരുന്ന സ്ഥലമാണിതെന്നും സീത അഭയം തേടിയ ഇടമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമന്റെ മക്കളായ ലവകുശന്മാരുടെ ജന്മസ്ഥലമായും ഇത് കണക്കാക്കപ്പെടുന്നു. ഏറെ ശാന്തമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അതിന് ചരിത്രപരമായ പ്രാധാന്യവും വിളിച്ചോതുന്നു. രാമനവമിയോട് അനുബന്ധിച്ചുള്ള മേള ഇവിടേക്ക് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. അടുത്തത് കോദണ്ഡ രാമക്ഷേത്രം, ഹിരേമകളൂർ, കർണാടക. കർണാടകയിലെ ചിക്കമംഗളൂരു ജില്ലയിലെ ശാന്തമായി ഒഴുകുന്ന തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹങ്ങളെല്ലാം ഒരൊറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. കലയും കരകൗശല വിദ്യയും സമന്വയിപ്പിച്ചുള്ള ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് ഇവിടുത്തെ വിഗ്രഹങ്ങൾ. കൂടാതെ പ്രകൃതിരമണീയമായ കാഴ്ചകളും അനുഭവങ്ങളും തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നു. അടുത്തത് കലാറാം ക്ഷേത്രം, നാസിക്, മഹാരാഷ്ട്ര. ഇരുട്ട് എന്ന വാക്കിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ഉത്ഭവിച്ചത്. ഈ ക്ഷേത്രത്തിൽ ഭൂരിഭാഗം സ്ഥലത്തും ശ്രീരാമ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ കല്ലിന്റെ കറുത്ത ഭാഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീരാമന്റെ 14 വർഷം നീണ്ടുനിന്ന വനവാസത്തെ സ്മരിച്ചുകൊണ്ട് 14 പടികൾ ഈ ക്ഷേത്രത്തിൽ നൽകിയിരിക്കുന്നു. കൂടാതെ 84 ലക്ഷം ജീവിതചക്രത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് 84 തൂണുകളും നൽകിയിരിക്കുന്നു. നാസിക്കിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മഹാരാഷ്ട്രയുടെ വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു. അടുത്തത് രാമസ്വാമി ക്ഷേത്രം, കുംഭകോണം, തമിഴ്നാട്. തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങൾ അതിമനോഹരമായവയാണ്. ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന കുംഭകോണത്തെ ക്ഷേത്രവും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ചരിത്ര പ്രാധാന്യമുള്ള ഈ രാമസ്വാമി ക്ഷേത്രത്തിൽ ഹനുമാനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ 64 തൂണുകൾ തമിഴ്നാട് വാസ്തുവിദ്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടത്തപ്പെടുന്ന പങ്കുനി ഉതിരം ഉത്സവ സമയത്താണ് ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നത്. അടുത്തത് രാമക്ഷേത്രം, ഭുവനേശ്വർ, ഒഡീഷ. ക്ഷേത്രങ്ങളുടെ നഗരമാണ് ഭുവനേശ്വർ.
ശ്രേഷ്ഠതയിലും ആധ്യാത്മികതയിലും ഒഡീഷയിലെ വാസ്തുവിദ്യാ വൈഭവം പ്രകടമാകുന്ന രീതിയിലും മുന്നിലായാണ് ഈ രാമക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിൽ ശ്രീരാമന്റെയും ഹനുമാന്റെയും പ്രതിഷ്ഠകൾ മാത്രമല്ല, ഒട്ടേറെ ദേവന്മാരുടെയും ദേവതകളുടെയും പ്രതിഷ്ഠകളുമുണ്ട്. ദിവസവും വൈകുന്നേരമുള്ള ആരതിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. സമാധാനവും ശാന്തതയും നിറഞ്ഞ അന്തരീക്ഷം തീർത്ഥാടകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. പുരാതനമായ ശില്പങ്ങളാൽ അലങ്കരിച്ച ഈ ക്ഷേത്രം ഒഡീഷയുടെ കലയുടെയും മഹത്വത്തിന്റെയും സമന്വയത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.